വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായി നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വയലോപ്പള്ളി സംസ്കൃത ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജോൺ ബ്രിട്ടാസ് MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. ഫെബ്രുവരി 5-6 തീയതികളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇത്തവണത്തെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. കൺവെൻഷന്റെ ഭാഗമായാണ് നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. COA എന്ന സംഘടന ഒരു വിസ്മയമാണെന്നും കേരളത്തിൽ കോർപ്പറേറ്റ് ഭീമന്മാരെ ദൂരെ നിർത്തിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജൈത്രയാത്ര നടത്തുന്നതെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. യഥാർത്ഥത്തിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വേർതിരിവുകൾക്കും എല്ലാം അതീതമായി ഒരു സാഹോദര്യത്തിന്റെ പ്രതലത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. കേരളത്തിന് വെളിയിൽ ഇത്തരമൊരു സംഘടന എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കെന്തോ സംഭവിച്ചു എന്നാണ് ആയിരിക്കും അവർ പറയുന്നത്. ഇപ്പം മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഠാക്കൂർമാർ വസിക്കുന്ന ഏതെങ്കിലും ഗ്രാമത്തിൽ ചമാർ വിഭാഗത്തിലെ ആൾക്കാർ താമസിക്കുകയോ? ഇല്ല. യാദവന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമത്തില് ഗലിയില് ആ ഠാക്കൂർമാർ താമസിക്കുകയോ? ഒരിക്കലുമില്ല. ഇന്നത്തെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അതായത് കേരളത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ആ ഒരു പ്രദേശങ്ങളൊക്കെ കേരളത്തിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര പതിറ്റാണ്ടുകൾ അവർക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. UNG20 ഗ്ലോബൽ ലാൻഡ് ഇനിഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമ്മാരക്കുടി വിഷയാവതരണം നടത്തി. അതായത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആദ്യം നിർമ്മിത ബുദ്ധിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. അതിനുശേഷമാണ് അത് നമ്മൾ ചെയ്യണമോ വേറെ ആൾക്ക് അസൈൻ ചെയ്യണമോ എന്ന് ചിന്തിക്കുന്നത്. അതുപോലെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ലോകത്തിലേക്ക് നമ്മൾ മാറേണ്ട ഒരു ആവശ്യമുണ്ട്. നവകേരളം എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ മൊത്തമായി ഏറ്റെടുക്കുന്ന ഒരു കേരളം ആയിരിക്കണം. അതില്ലാത്തൊരു കേരളം നമുക്ക് നവകേരളമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കേരള പ്ലാനിംഗ് ബോർഡ് അംഗം K. രവിരാമൻ, CDS പ്രൊഫസർ പ്രവീണ കോടോത്ത്, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ തുടങ്ങിയവരും സെമിനാറിൽ സംസാരിച്ചു. ഏത് ഇൻഡെക്സ് എടുത്താലും നമ്മൾ വളരെ മുമ്പിലാണ്. അതിനർത്ഥം ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലേക്ക് എത്തേണ്ടുന്ന ഒട്ടേറെ ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. നമ്മൾ ആകെ എത്താതിരുന്നത് ഡെവലപ്ഡ് എക്കോണമി എന്ന രീതിയിലാണ്. അവിടെയാണ് ഒരു വലിയൊരു ടേൺ അറൗണ്ട് കേരളത്തിൽ കഴിഞ്ഞ 7-8 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത്. ആ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ഞാൻ വിളിക്കുന്നത് അതിനെ സെക്കൻഡ് ടേൺ അറൗണ്ട് എന്നാണ്. സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പോയി ഒരു ജോലി എടുക്കാം. പക്ഷെ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇതെല്ലാം ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് എനിക്ക് പോവാം. ഈ അൺപെയ്ഡ് ലേബർ എന്ന് പറയുന്നത്, സ്ത്രീകൾ ചെയ്യുന്ന അൺപെയ്ഡ് ലേബർ ഒരു ജോലിന്റെ തുല്യം, പുറത്തുള്ള ജോലിയുടെ തുല്യം ഉള്ളൊരു ഇതാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തം അല്ലല്ലോ. ഈ ചട്ടക്കൂടിൽ നിന്നാണ് അത് സ്ത്രീകളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നത്. ഇതുപോലെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന്, അവർക്ക് ആവശ്യമായുള്ള സ്കിൽസ് അപ്ലൈ ചെയ്യുന്നതിന്, അവരെ എംപവർ ചെയ്യുന്നതിന്, ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമായ രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനും ഈ ആളുകളെ മൈഗ്രേഷനെ പിൻവലിക്കുന്നതിനും പറ്റുന്ന രീതിയിലുള്ള റെഗുലേഷൻ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒക്കെ തീർച്ചയായിട്ടും ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് COA ജനറൽ സെക്രട്ടറി PB സുരേഷ് സ്വാഗതം ആശംസിച്ചു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. മറ്റ് COA എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.